ഹലോ, വെൽക്കം ടു സാംസ് കിച്ചണറ്റ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വളരെ ഈസി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊട്ടറ്റോ സാൻഡ്വിച്ചാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ മല്ലിയില ചട്നിയാണ് ആദ്യമേ നമ്മൾ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഒരു പിടി മല്ലിയില, 7-8 പുതിനയില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളകും അല്പം വെള്ളവും ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ നാരങ്ങാനീരും കൂടി ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് സാൻഡ്വിച്ചിലേക്ക് ആവശ്യമായ വെജിറ്റബിൾസ് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ 2 വലിയ ഉരുളക്കിഴങ്ങ് കുറച്ച് ഉപ്പും ചേർത്ത് പുഴുങ്ങിയെടുത്തതിന് ശേഷം നന്നായിട്ട് ഉടച്ചെടുത്തതാണിത്. ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞതും, കുറച്ച് ക്യാപ്സിക്കവും, 2 പച്ചമുളകും, കുറച്ച് മല്ലിയിലയും, 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും, ആവശ്യത്തിന് ഉപ്പും, 1 ടീസ്പൂൺ നാരങ്ങാനീരും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. പച്ചമുളകും നാരങ്ങാനീരും ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ വൈറ്റ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ ബ്രെഡിൽ കുറച്ച് ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കാം. അതിനുശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൊട്ടറ്റോ മസാല ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി മറ്റൊരു ബ്രെഡ് എടുത്ത് അതിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മല്ലിയില ചട്നി അല്പം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ബ്രെഡ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് ബട്ടർ കൂടി സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ എല്ലാ സാൻഡ്വിച്ചും തയ്യാറാക്കിയതിന് ശേഷമാണ് ഇത് ടോസ്റ്റ് ചെയ്തെടുക്കുന്നത്. മല്ലിയില ചട്നി കൂടാതെ ടൊമാറ്റോ കെച്ചപ്പ് കൊണ്ടും ഇതുപോലെ തന്നെ സാൻഡ്വിച്ച് തയ്യാറാക്കി എടുക്കുന്നുണ്ട്. ഇനി പാൻ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് സാൻഡ്വിച്ച് വെച്ച് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ എല്ലാ സാൻഡ്വിച്ചും ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സാൻഡ്വിച്ചാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.